ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ UDF വൻ വിജയം കരസ്ഥമാക്കി. ജില്ലയിലെ ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അധികാരം പിടിച്ചെടുത്ത UDF മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ജില്ലയിലെ 52 ഗ്രാമപഞ്ചായത്തുകളിൽ 36 എണ്ണത്തിലും വിജയിക്കാൻ UDFനായി. ജില്ലാ പഞ്ചായത്തിലെ 17 സീറ്റുകളിൽ 14 എണ്ണവും കരസ്ഥമാക്കിയാണ് UDF കരുത്ത് തെളിയിച്ചത്. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 എണ്ണം UDFന് ലഭിച്ചപ്പോൾ 1 മാത്രമാണ് LDFന് ലഭിച്ചത്. ജില്ലയിലെ തൊടുപുഴ, കട്ടപ്പന നഗരസഭകളിലും UDFനാണ് ഭരണം. തൊടുപുഴയിൽ 20 സീറ്റുകൾ നേടിയാണ് UDF അധികാരം പിടിച്ചത്. ഇവിടെ 9 സീറ്റുകൾ നേടിയ NDA 2ാം സ്ഥാനത്തെത്തി. കട്ടപ്പന നഗരസഭയിൽ 20 സീറ്റുകളോടെ UDF ഭരണം നിലനിർത്തിയപ്പോൾ LDF 12 സീറ്റുകളിൽ ഒതുങ്ങി. 2020 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിൽ UDFന് വലിയ തിരിച്ചുവരവ് നടത്താൻ സാധിച്ചു. തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ അതിശൈത്യത്തിന്റെ പിടിയിലമർന്നു. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 2 ഡിഗ്രി സെൽഷ്യസ് ചെണ്ടുവരൈ എസ്റ്റേറ്റിൽ രേഖപ്പെടുത്തി. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, തെന്മല, ചിറ്റുവര തുടങ്ങിയ ഇടങ്ങളിൽ താപനില 3 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. പുൽമേടുകളിലും തേയിലത്തോട്ടങ്ങളിലും മഞ്ഞിൻകണം ഉറഞ്ഞുകൂടി വെള്ളി പരവതാനി വിരിച്ച നയനമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ മൂന്നാറിലുള്ളത്. അവധിക്കാലം ആരംഭിച്ചതോടെ പ്രകൃതിയുടെ ഈ ശൈത്യകാല വിസ്മയം ആസ്വദിക്കാൻ ഉത്തരേന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. വരും ദിവസങ്ങളിൽ താപനില 0 ഡിഗ്രിയിലും താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പുതുമയാകാൻ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ മുറ്റത്ത് ആകർഷകമായ നക്ഷത്ര ഗ്രാമം ഒരുങ്ങി. ഇടവകയിലെ 55 കുടുംബ കൂട്ടായ്മകളുടെ പ്രതീകമായി 55 കൂറ്റൻ നക്ഷത്രങ്ങളാണ് ദേവാലയമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്നതിനു പകരം ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് ഇടവകയിലെ യുവജന കൂട്ടായ്മ തന്നെയാണ് ഈ നക്ഷത്രങ്ങൾ നിർമ്മിച്ചത്. പ്രകാശപൂരിതമായ ഈ കാഴ്ച കാണാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളും സഞ്ചാരികളും എത്തുന്നുണ്ട്. തിരുപ്പിറവിയുടെ സന്ദേശം വിളിച്ചോതുന്ന ഈ നക്ഷത്ര ഗ്രാമം ഹൈറേഞ്ചിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയിരിക്കുകയാണ്. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളുടെ ഈ കാലത്തും ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ വാർത്തകൾ അറിയാൻ ഇന്നും ഏക ആശ്രയം ആകാശവാണിയുടെ ശബ്ദതരംഗങ്ങളാണ്. കേരളത്തിലെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇവിടെ പുറം ലോകത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വിശേഷങ്ങളും ജനങ്ങളിലെത്തുന്നത് റേഡിയോ സെറ്റുകളിലൂടെയാണ്. യാത്രാ സൗകര്യങ്ങളും ഇന്റർനെറ്റ് ശൃംഖലകളും ഇനിയും എത്തിയിട്ടില്ലാത്ത ഈ കുടികളിൽ റേഡിയോ എന്നത് കേവലം ഒരു ഉപകരണമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരമില്ലാത്ത ഈ ഗോത്രഭൂമിയിൽ ഓരോ വാർഡിലും റേഡിയോയ്ക്ക് ചുറ്റും ഒത്തുകൂടി ലോകത്തിന്റെ സ്പന്ദനങ്ങൾ കേട്ടു നിൽക്കുന്ന കാഴ്ച ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. മഞ്ഞുടുപ്പിട്ട മൂന്നാറും കോടമഞ്ഞ് പുതച്ച വാഗമണ്ണുമായി ഇടുക്കി അതിന്റെ ശൈത്യകാല ലാവണ്യം പൂർണ്ണമായും വീണ്ടെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ശേഷം ശാന്തമായ ജില്ലയിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ പ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. മഞ്ഞുതുള്ളികൾ പടർന്ന തേയിലത്തോട്ടങ്ങളും സ്ഫടിക സമാനമായ തടാകങ്ങളും ചേർന്ന അനന്യമായ ദൃശ്യവിസ്മയമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തോടനുബന്ധിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വിപുലമായ സൗകര്യങ്ങളാണ് വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവിധങ്ങളായ ട്രെക്കിംഗ് പാക്കേജുകളും സൈറ്റ് സീയിങ് സൗകര്യങ്ങളുമായി ടൂറിസം മേഖല വലിയൊരു ഉണർവിന്റെ പ്രതീക്ഷയിലാണ്. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സെൻട്രൽ പ്രഭാരി ഓഫീസർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ജില്ലയിലെത്തി. അഴുത ബ്ലോക്കിലെ കുമളി ഫാമിലി ഹെൽത്ത് സെന്റർ, പളിയക്കുടി അങ്കണവാടി, കുമളി ട്രൈബൽ UP സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച അദ്ദേഹം പദ്ധതിയുടെ വിവിധ വശങ്ങൾ നേരിട്ട് വിലയിരുത്തി. ആരോഗ്യവും പോഷകവും, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ 5 പ്രധാന മേഖലകളിലെ വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ നിന്നും അഴുത, ദേവികുളം ബ്ലോക്കുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗും മറ്റ് ഉദ്യോഗസ്ഥരും സന്ദർശന വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.
ജില്ലാ വൃത്താന്തം സമാപിച്ചു.